നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഡിസീസ് വിഷ്വൽ ഇമ്പയർമെന്റ് ആൻഡ് ബ്ലൈൻഡ്നസ് NCD-യിലെ ബ്ലൈൻഡ്നസ് ആണ് നോക്കാൻ പോകുന്നത്. ബ്ലൈൻഡ്നസിന് WHO ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ്നസിന്റെ വാല്യൂ 3/16 സ്നെല്ല് അല്ലെങ്കിൽ അതിൽ കുറവ്. ആ കണ്ടീഷനാണ് ബ്ലൈൻഡ്നസ് എന്ന് വെച്ചാൽ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. വിഷ്വൽ അക്യൂറ്റി ഓഫ് ലെസ് ദാൻ 3/16 സ്നെല്ല്. ഡയബറ്റീസ് അല്ല, ബ്ലൈൻഡ്നസിന്റെ വാല്യൂ 3/16 സ്നെല്ലാണ്. വിഷ്വൽ അക്യൂറ്റി ഓഫ് ലെസ് ദാൻ 3/16 സ്നെല്ലൻ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള വാല്യൂ 3/16 സ്നെല്ലൻ എന്നേ ചോദിക്കത്തുള്ളൂ. WHO ഡിഫൈൻഡ് ബ്ലൈൻഡ്നസ് വിഷ്വൽ അക്യൂറ്റി ഓഫ് ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ട് ഡാഷ് ഇടും. എന്നിട്ട് A 3/16, B 6/16, C 6/18, D 6/14 എന്ന് പറഞ്ഞിടും. അതായത് നമ്മൾ 3/16 എന്ന വാല്യൂ എടുക്കാവും. ആ വാല്യൂ ആണ് WHO ഡിഫൈൻ ചെയ്യുന്നത്. ബ്ലൈൻഡ്നസ് ഉള്ള പേഷ്യന്റ് ആ വാല്യൂ ആയിരിക്കും. വിഷ്വൽ അക്യൂറ്റി ഓഫ് ലെസ് ദാൻ 3/16 ആയിരിക്കും. ഇനി ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ICD-10 ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഡിസീസ് 10 ആണ്. 2018 വന്ന ICD ആണ് നമ്മളെ പാർട്ടി കൊടുത്തിട്ടുള്ളത്. അത് പ്രകാരമാണ് ഈ ഡയബറ്റീസ് അല്ല, ബ്ലൈൻഡ്നസിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഡിസ്റ്റന്റ് വിഷ്വൽ ഇമ്പയർമെന്റ് എന്നും നിയർ വിഷ്വൽ ഇമ്പയർമെന്റ് എന്നും. ഡിസ്റ്റന്റ് വിഷൻ ഇമ്പയർമെന്റ് എന്ന് പറയുമ്പോൾ മൈൽഡ് ബ്ലൈൻഡ്നസ് ഇല്ലാത്ത പേഷ്യൻസിനാണ്. മൈൽഡായിട്ട് ചെറുതായിട്ട് കണ്ണ് കാഴ്ചക്കുറവുള്ള ആൾക്കാർക്ക് പേഷ്യൻസിന് 6/12 ആയിരിക്കും അതിന്റെ വാല്യൂ. സ്നെല്ലന്റെ വാല്യൂ 6/12 ആയിരിക്കും. അതിനെക്കാട്ടും മോശമായിരിക്കും. വിഷ്വൽ അക്യൂറ്റി വർസ് ദാൻ 6/12 എന്ന് വെച്ചാൽ 6/12 ആയിരിക്കും അതിന്റെ വാല്യൂ. സ്റ്റാർട്ടിംഗ് വാല്യൂ 6/12 ആണ് വരുന്നത്. പിന്നെ മോഡറേറ്റ് ബ്ലൈൻഡ്നസ് എന്ന് വെച്ചാൽ ബ്ലൈൻഡ്നസിലോട്ട് പോയിട്ടില്ല, മോഡറേറ്റ് ആയിട്ട് കാഴ്ചക്കുറവുള്ളവർക്ക്, മൈൽഡ് ആയിട്ട് ചെറുതായിട്ട് കാഴ്ചക്കുറവുള്ളവർക്ക് 6/12 ആയിരിക്കും. പ്രസന്റിംഗ് വിഷ്വൽ അക്യൂറ്റി വർസ് ദാൻ 6/12 ആയിരിക്കും. പക്ഷെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നവർക്ക്, ഒരു കാഴ്ചക്കുറവ് വരുന്നവർക്ക് 6/18 ആയിരിക്കും. സിവിയർ ആണെങ്കിൽ 6/16 ആയിരിക്കും. സിവിയർ ബ്ലൈൻഡ്നസ് എന്ന് വെച്ചാൽ കണ്ണ് കാണാത്തൊരവസ്ഥ. 3/16 ആണെങ്കിൽ ബ്ലൈൻഡ്നസ് തന്നെ കൂട്ടിക്കോ, പക്ഷെ അതിനെക്കാട്ടിയും വേഴ്സ് ആയിട്ടുള്ള അവസ്ഥ ആണ്. എന്ന് വെച്ചാൽ ഒട്ടും അതായത് സിവിയർ കേസ്, അത് രക്ഷപ്പെടുത്താനും ചാൻസസ് കൂടുതലാണ്. തിരിച്ച് കാഴ്ചയിലേക്ക് നയിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് സിവിയർ കേസസ്, ആ കേസസിൽ 6/16 ആയിരിക്കും അതിന്റെ വാല്യൂ. സെന്ററിന്റെ വാല്യൂ 6/16 ആയിരിക്കും. ബ്ലൈൻഡ്നസ് കേസാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. വിഷ്വൽ അക്യൂറ്റി ലെസ് ദാൻ 3/16 ലെസ് ഏത് വാല്യൂ നമ്മളെ ഈ കണ്ണ് നോക്കുമ്പോൾ അതിന്റെ ചാർട്ടിൽ ഒപ്റ്റോമെട്രിസ്റ്റ് കറക്റ്റ് നമ്മൾ എഴുതും 3/16, 6/16. അതിന്റെ വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. തിരിഞ്ഞു പോകരുത്. കണ്ണിന്റെ നമ്മൾ ഒപ്താൽമോളജിസ്റ്റ് നോക്കുമ്പോൾ അവിടെ ഒരു ചാർട്ട്, ഒരു ചെറിയൊരു തുണ്ട് വരും. അതിനകത്ത് നമ്മൾ ബോക്സിൽ 6/16, 3/16 എന്ന് എഴുതി കാണും. അതാണ് നമ്മുടെ ഈ ബ്ലൈൻഡ്നസ് റിലേറ്റഡ് സംഭവങ്ങൾ. ചിലവർക്ക് 6/18, ചിലവർക്ക് 6/12 ഒക്കെ ആയിരിക്കും. ചില ചെറിയൊരു ഇമ്പയർമെന്റ് ഉള്ളവർക്ക് 6/12 ഒക്കെ ആയിരിക്കും അതിന്റെ വാല്യൂ, സ്നെല്ലിന്റെ വാല്യൂ വരുന്നത്. അത് WHO ഡിഫൈൻ ചെയ്ത വാല്യൂ 3/16 ആണ് ബ്ലൈൻഡ്നസിനുള്ളത്. ബാക്കിയുള്ളത് ICD-10 വാല്യൂ ആണ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഇനി നിയർ വിഷൻ ഇമ്പയർമെന്റ്, അത് ഡിസ്റ്റന്റ് വിഷൻ ഇമ്പയർമെന്റ്. ഡിസ്റ്റൻസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വിഷ്വൽ ഇമ്പയർമെന്റ് ഉണ്ടാകുന്ന അവസ്ഥയാണ് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ബ്ലൈൻഡ്നസ് ഒക്കെ വരുന്നത്. ഇനി നിയർ വിഷൻ, അടുത്തുള്ള സാധനങ്ങൾ കാണാം പക്ഷെ ദൂരെയുള്ള സാധനങ്ങൾ കാണാൻ പറ്റത്തില്ല. അതാണ് നിയർ വിഷൻ ഇമ്പയർമെന്റ്. അത് നിയർ വിഷന് കുഴപ്പം വരുന്നത് N6 അല്ലെങ്കിൽ M08 ആ വാല്യൂ ആണ്. നൊട്ടേഷൻ, അത് ഓരോ നൊട്ടേഷൻ ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. N6 അല്ലെങ്കിൽ M08 ആണ് നിയർ വിഷൻ ഇമ്പയർമെന്റിന്റെ കാറ്റഗറി വരുന്നത്. N6 അല്ലെങ്കിൽ M08, M.88 40 സെന്റിമീറ്റർ മാഗ്നിഫിക്കേഷൻ ആണ്. 0.88 40 സെന്റിമീറ്റർ. N6 അല്ലെങ്കിൽ M.88 40 സെന്റിമീറ്റർ. ആ രണ്ട് വാല്യൂ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ട് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല, ചോദിക്കാൻ ചാൻസസ് കുറവാണ്. N6 അല്ലെങ്കിൽ M.88 40 സെന്റിമീറ്റർ. അത് നിയർ വിഷൻ ഇമ്പയർമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി കോസസ് ഓഫ് മോഡറേറ്റ് ടു സിവിയർ വിഷൻ ഇമ്പയർമെന്റ്, വിഷന് കാഴ്ചക്ക് പരിമിതിയുള്ള കേസസിൽ എങ്ങനെയാണ് അതിന്റെ കോസസ് മെയിൻ ആയിട്ട് വരുന്നത്? ബ്ലൈൻഡ്നസ് റിലേറ്റഡ് എന്തൊക്കെ കോസസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്? ലോകത്ത് മെയിൻ ആയിട്ട് എന്തൊക്കെ കോസസ് മൂലമാണ്, എന്തൊക്കെ കാരണങ്ങൾ മൂലമാണ് ബ്ലൈൻഡ്നസിന് കുഴപ്പമെന്ന് വെച്ചാൽ കാഴ്ച പരിമിതി ഉണ്ടാവുന്നത്? ഒന്ന്, അൺകറക്റ്റ് റിഫ്രാക്റ്റീവ് എറർ, ലോങ് സൈറ്റ്, ഷോർട്ട് ലൈറ്റ്, മയോപ്പിയ,
ഹൈപ്പർ മെട്രോഫിയ എന്ന കണ്ടീഷനൊക്കെ വരുന്നത് അൺകറക്റ്റ് റിഫ്രാക്റ്റീവ് എറർ. അത് കണ്ണാടി വെച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. അത് പ്രിവെന്റബിൾ ആണ്. കണ്ണാടി വെച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. 53% കോൺവെക്സ് കോൺകേവ് ലെൻസ് വഴി ഇടുന്നത് വഴി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും അൺകറക്റ്റ് റിഫ്രാക്റ്റീവ് എറേഴ്സിന്. പക്ഷെ അൺഓപ്പറേറ്റഡ് കാറ്ററാക്ട് സർജറി തന്നെ ചെയ്യണം. സർജറി ചെയ്താലും അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അത് 25%ആണ് വരുന്നത്. 53% മെയിൻ ആയിട്ട് വരുന്നത് വേൾഡിലാണ് റിഫ്രാക്റ്റീവ് എറർ വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ വേറൊരു കോഴ്സാണ്. വേൾഡിലാണ് മെയിൻ ആയിട്ടും റിഫ്രാക്റ്റീവ് എറർ വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ വേറെ കോഴ്സാണ്. വേൾഡിന്റെ കാര്യം ചോദിച്ചാൽ വേൾഡിൽ വിഷ്വൽ ഇമ്പയർമെന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ റിഫ്രാക്റ്റീവ് എറർ. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കറക്റ്റ്. വേൾഡിൽ ഏറ്റവും കൂടുതൽ വിഷ്വൽ ഇമ്പയർമെന്റ് ഉണ്ടാക്കുന്ന കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ റിഫ്രാക്റ്റീവ് എറർ. പിന്നെ കാറ്ററാക്ട് 25% ഉള്ളൂ. കാറ്ററാക്ട് നമുക്ക് സർജറി വഴി ഓക്കെ ആക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്. പിന്നെ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ. ഏജ് കൂടുമ്പോൾ അതിനനുസരിച്ച് മാക്കുല എന്ന് പറഞ്ഞ സംഭവം കണ്ണിനോട്ടുള്ള സംഭവമാണ്. അത് ഡീജനറേറ്റ് ആയി പോകും. അത് 4% ഉള്ളൂ. പിന്നെ ഗ്ലോക്കോമ 2%. ഡയബറ്റിക് റെറ്റിനോപ്പതി. ഡയബറ്റീസ് റിലേറ്റഡ് ടു ബ്ലൈൻഡ്നെസ്സും ഡയബറ്റീസുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഡയബറ്റീസ് ഭയങ്കര കണ്ടീഷൻ എന്ന് വെച്ചാൽ ഷുഗർ ലെവൽ നല്ല കൂടിയിരിക്കുന്ന കണ്ടീഷനിലൊക്കെയാണ് റെറ്റിനോപ്പതി എന്ന് വെച്ചാൽ റെറ്റിന അടിച്ചു പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതൽ. അത് 1% ആയിട്ടേ ഉള്ളൂ. വേൾഡിൽ അതൊരു മെയിൻ പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. ഡയബറ്റീസ് റെറ്റിനോപ്പതി ജസ്റ്റ് 1% മാത്രമേ ഒക്കർ ചെയ്യുന്നുള്ളൂ. പിന്നെ ബ്ലൈൻഡ്നെസിന്റെ മേജർ കോസസ്. ഇത് വിഷ്വൽ ഇമ്പയർമെന്റിന്റെ കോസാണ്. കാഴ്ച പരിമിതി ഉണ്ടാവുന്ന കേസസാണ് റിഫ്രാക്റ്റീവ് എറർ, കാറ്ററാക്ട്, മാക്കുലർ ഡീജനറേഷൻ, ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി ഒക്കെ വരുന്നത്. പക്ഷേ ബ്ലൈൻഡ്നെസ് കോസ് ചെയ്യുന്ന മേജർ കോസസ് കാറ്ററാക്ട് ആണ്. അൺഓപ്പറേറ്റഡ് കാറ്ററാക്ട് 85%. കാറ്ററാക്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. പിന്നെ റിഫ്രാക്റ്റീവ് എററും കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. അത് 21% ഉള്ളൂ. റിഫ്രാക്റ്റീവ് എറർ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. കാഴ്ച പരിമിതി ഉണ്ടാകും. കാഴ്ചക്കുറവുണ്ടായി അങ്ങനെ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് നമുക്ക് കറക്റ്റ് ഗ്ലാസ് ഇട്ട് നമുക്ക് കണ്ണാടി ഇട്ട് പരിഹരിക്കാവുന്ന വിഷയമുള്ളൂ. പിന്നെ ഗ്ലോക്കോമ 8%. ഗ്ലോക്കോമ ഇനി ഇത് വേൾഡിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വേൾഡിൽ വിഷ്വൽ ഇമ്പയർമെന്റ് ഉണ്ടാകുന്ന കേസസ് മെയിൻ ആയിട്ട് വരുന്നത് റിഫ്രാക്റ്റീവ് ആണ്. അത് ഓർത്ത് വെച്ചേക്കുന്നത് നല്ലതാണ്. ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. 53% ആണ്. ആ പെർസെന്റേജ് ഓർത്ത് വെച്ചേക്കുന്നത് നല്ലതാണ്. ഇനി ഇന്ത്യയിൽ കോസ് ചെയ്യാനുള്ള ബ്ലൈൻഡ്നെസിന്റെ കോസസ് ഇന്ത്യയിൽ എങ്ങനെയാണ്? ഇന്ത്യയിൽ മെയിൻ ആയിട്ട് വരുന്നത് കാറ്ററാക്ട് ആണ്. വേൾഡിൽ മെയിൻ ആയിട്ട് വരുന്നത് റിഫ്രാക്റ്റീവ് ആണെങ്കിൽ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് വരുന്നത് കാറ്ററാക്ട് ആണ്. കാറ്ററാക്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സർജറി വഴി പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കാറ്ററാക്ടിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് 7.2%. റിഫ്രാക്റ്റീവ് എറർ 0.1%. അപ്ലാക്കി അൺകറക്റ്റഡ്. അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും 1.7%. മെയിൻ ആയിട്ട് വരുന്നത് കാറ്ററാക്ട് ആണ്. പിന്നെ ട്രക്കോമാറ്റി ഒപ്പാസിറ്റി കൂടും. ഒപ്പാസിറ്റി കൂടുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഇതിന്റെ ബൾബ് അതെന്ന് വെച്ചാൽ കണ്ണിന്റെ ചെറിയൊരു സംഭവം ഉണ്ട്. അതിന്റെ ഒപ്പാസിറ്റി കൂടുമ്പോൾ അത് വലിഞ്ഞു വരും. അതാണ് കോർണിയൽ ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. ആ കണ്ടീഷൻ 0.8 ഉള്ളൂ. ട്രക്കോമ റിലേറ്റഡ് കോർണിയൽ ഒപ്പാസിറ്റി. ട്രക്കോമ എന്ന് പറയുമ്പോൾ ഐ റിലേറ്റഡ് ഡിസീസ് ആണല്ലോ. അങ്ങനെ കോർണിയൽ ഒപ്പാസിറ്റി കൂടും. ആ കേസസ് ആണ് 0.8%. ഒപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഡാർക്ക്നെസ്, അതിന്റെ ഡെപ്ത് കൂടും. ആ ട്രക്കോമ റിലേറ്റഡ് അല്ലാതെ കോർണിയ ഒപ്പാസിറ്റി ഉണ്ടാകും. കോർണിയ വലിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ നമുക്ക് സർജറി വഴി പ്രിവെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ തൈസിസ്, അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ 2.8%. ഗ്ലോക്കോമ, ഡയബറ്റിക് ഗ്ലോക്കോമ 5.5% ആണ്. ഗ്ലോക്കോമ നമ്മൾ റിലേറ്റഡ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റീസ് മൂലം റെറ്റിനെ അടിച്ചു പോകുന്ന ചാൻസ് അത് 1.2% കേസസേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അത് 4% ആയിരുന്നു വേൾഡിനെങ്കിൽ ഇവിടെ 0.7% ഉള്ളൂ. പിന്നെ എന്തെങ്കിലും പോസ്റ്റീരിയർ സെഗ്മെന്റ് ഡിസീസ് കൊണ്ട് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. അത് 5.9% ആണ്. പിന്നെ എന്തെങ്കിലും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വിഷ്വൽ സെന്റർ ഉണ്ട്. വിഷ്വൽ സെന്റർ എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് വെറും 0.5% ആൾക്കാരുടെ ഒക്കർ ചെയ്യുന്നുള്ളൂ. മെയിൻ ആയിട്ടും ഇന്ത്യയിൽ ഒക്കർ ചെയ്യുന്ന കോസ് കാറ്ററാക്ട് ആണ്. അത് ചോദിക്കുക. അത് 66.2% ആണ് കേട്ടോ. 66.2% ആണ് മെയിൻ ആയിട്ട് ഒക്കർ ചെയ്യുന്ന കോസ് കാറ്ററാക്ട് തന്നെയാണ് ഇന്ത്യയിൽ. പക്ഷെ വേൾഡിലാണെങ്കിൽ റിഫ്രാക്റ്റീവ്. വേൾഡിൽ വിഷ്വൽ ഇമ്പയർമെന്റിനാണെങ്കിൽ റിഫ്രാക്റ്റീവ്. കാറ്ററാക്ട് ആണെങ്കിൽ ബ്ലൈൻഡ്നെസ് കോസ് ചെയ്യുന്നതെങ്കിൽ കാറ്ററാക്ട്, വിഷ്വൽ ഇമ്പയർമെന്റ് ആണെങ്കിൽ റിഫ്രാക്റ്റീവ്. വേൾഡ് കേസിലാണ്. ഇന്ത്യ കേസിലാണെങ്കിൽ കാറ്ററാക്ട് ആണ് മെയിൻ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ബ്ലൈൻഡ്നെസിന്റെ എപ്പിഡമോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ എപ്പിഡമോളജിക്കൽ ഡിറ്റർമിനൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മോഡിഫൈഡ് റിസ്ക് പാറ്റേൺ കാണും, നോൺ മോഡിഫൈഡ് റിസ്ക് പാറ്റേൺ കാണും. മോഡിഫൈ ചെയ്യാൻ പറ്റാത്തതും കാണും, നോൺ മോഡിഫൈഡ് പറ്റും. നോൺ മോഡിഫൈഡ് പറ്റത്തില്ല, മോഡിഫൈ ചെയ്യാവുന്നത് മോഡിഫൈ ചെയ്യാം. ഏജ് ഒന്നും മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അത് നോൺ മോഡിഫൈഡ് റിസ്ക് പാറ്റേൺ തന്നെയാണ്. ബ്ലൈൻഡ്നെസ് ഏജ് about 30% of the blind in India are said to lose their eyesight before the age of 20 years and many under the age of 5 years.
ബ്ലൈൻഡ്നെസ് ഒക്കർ ചെയ്യുന്ന 30% കേസസിലും 20 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കാണ് മെയിൻ ആയിട്ടും ഇത് ഒക്കർ ചെയ്യുന്നത്. പിന്നെ 5 വയസ്സിനുള്ള പിള്ളേർക്കും മെയിൻ ആയിട്ട് ഒക്കർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 20 വയസ്സിനുള്ള ഏജിനെ ഒക്കർ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലായിരിക്കും. 30% ബ്ലൈൻഡ്നെസ് ഒക്കർ ചെയ്യുന്ന 30% 20 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കായിരിക്കും. പക്ഷെ 5 വയസ്സിനുള്ള ആൾക്കാർക്ക് ഇത് കോമൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. സെക്സ് ഫീമെയിൽസിനാണ് ബ്ലൈൻഡ്നെസ് ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്നത് മെയിൽസിനെക്കാട്ടിലും. മറ്റ് ഡിസീസുകൾ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് പോലെ ഡിസീസുകളിൽ മെയിൽസിനാണ് മെയിൻ ആയിട്ട് ഒക്കർ ചെയ്യുന്നത്. ഇവിടെ ഫീമെയിൽസിനാണ്. പക്ഷെ ഫീമെയിൽസിനാണ് ഏറ്റവും കൂടുതൽ പ്രിവലൻസ് ഉള്ളത്. മാൽന്യൂട്രിഷൻ, പ്രോട്ടീൻ എനർജി റിലേറ്റഡ് മാൽന്യൂട്രിഷൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ DHSC ഫസ്റ്റ് ഇയറിൽ നമ്മൾ ന്യൂട്രീഷൻ റിലേറ്റഡ് പേപ്പറിൽ പഠിച്ചിട്ടുണ്ട്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, കെരാറ്റോമലേഷ്യ മൂലം കോർണിയ ഡിസ്ട്രക്ട് ആവാൻ പോവാം, കോർണിയ ഡിസ്ട്രക്ഷൻ ആവാം. കോർണിയ ഡിസ്ട്രക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റെറ്റിന അടിച്ചു പോകും, അങ്ങനെ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കെരാറ്റോമലേഷ്യ, വിറ്റാമിൻ എ ഡെഫിഷ്യൻസി സെറോത്താൽമിയിൽ നിന്ന് കെരാറ്റോമലേഷ്യയിലേക്ക് പോകുമ്പോൾ തോറും കോർണിയ ഡിസ്ട്രക്ട് ചെയ്യും, അങ്ങനെ ബ്ലൈൻഡ്നെസ്സിലോട്ട് ഡയറക്റ്റ്ലി പോകും. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രിഷൻ ഡയറക്റ്റ്ലി അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രിഷൻ മൂലം വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആണ് മെയിൻ ആയിട്ടും ബ്ലൈൻഡ്നെസ് കോസ് ചെയ്യുന്ന ഡെഫിഷ്യൻസി. ആ കേസിൽ വൈറ്റമിൻ എ നമ്മളെ വൈറ്റമിൻ എ ഡ്രോപ്സ് 2 ഡ്രോപ്സ് ഇന്റർനാഷണൽ യൂണിറ്റ് കൊടുക്കുന്നത് പതിവാണ് ബ്ലൈൻഡ്നെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കേസസിൽ എന്ന് വെച്ചാൽ 4 to 6 ഇയേഴ്സിലായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കൊച്ചുങ്ങൾക്ക് ഇത് മെയിൻ ആയിട്ടും ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള ചാൻസ്, മാൽന്യൂട്രിഷൻ മൂലം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 5 ഇയേഴ്സിന് കൂടുതലുള്ള ആൾക്കാർക്ക് ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് പറയുന്നത്. ഡ്യൂ ടു വിറ്റാമിൻ എ ഡെഫിഷ്യൻസി, അവർക്ക് പ്രോട്ടീൻ എനർജി റിലേറ്റഡ് മാൽന്യൂട്രിഷൻ മൂലം ഉണ്ടാവുന്ന കേസസിലാണ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്. അങ്ങനെ കോർണിയ ഡിസ്ട്രക്ട് ചെയ്തു പോകും. അതിന് കണ്ടീഷൻ, ആ കോസ് ചെയ്യുന്ന കണ്ടീഷൻ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആയിരിക്കും. സെറാത്തോനിമിയിൽ നിന്ന് കെരാറ്റോമലേഷ്യയിലേക്ക് പോകുമ്പോഴായിരിക്കും ഈ കോർണിയ ഡിസ്ട്രക്ട് ആയി അങ്ങനെ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുന്നത്. അത് 4 to 6 ഇയേഴ്സ് ഓഫ് ലൈഫ് ആയിരിക്കും മേജറായിട്ട് ഉണ്ടാകുന്നത് മാൽന്യൂട്രിഷൻ റിലേറ്റഡ് ബ്ലൈൻഡ്നെസ്. ഇനി ഒക്കുപേഷൻ, ഫാക്ടറീസ് ഉള്ള ആൾക്കാർക്ക്, വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, കോട്ടേജ് ഇൻഡസ്ട്രി ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ഇൻഡസ്ട്രി ഉൽപ്പന്നങ്ങൾ എന്നുവെച്ചാൽ മെഷീൻസ് ഒക്കെ കാണും, അത് റിലേറ്റഡ് മെഷീൻസിന് എന്തെങ്കിലും സംഭവങ്ങൾ തെറിക്കുമ്പോൾ അങ്ങനെ ഐ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ബ്ലൈൻഡ്നെസ് സുഖമായിട്ടുണ്ടാവും ആ കേസിൽ. നമ്മൾ കണ്ണ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കും, കണ്ണിന്റെ കൃഷ്ണമണി കൂട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു അവയവം തന്നെയാണ് കണ്ണ്. ഇല്ലെങ്കിൽ കണ്ണിന് ഇഞ്ചുറി ഉണ്ടായി അങ്ങനെ സുഖമായിട്ട് ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ണിന് അത് പ്രിവെന്റീവ് മെത്തേഡ്സ്, പ്രിവെന്റീവ് ഗോഗിൾസ് ഒക്കെ നമ്മൾ വെക്കണം. വർക്ക്ഷോപ്പിൽ കോട്ടയം ഇൻഡസ്ട്രീസ് ഒക്കെ വർക്ക് ചെയ്യുന്നവര് ഒരു പ്ലാസ്റ്റിക് കണ്ണട പോലത്തെ ഒരു സാധനം നമ്മൾ വെക്കും. അത് കണ്ണിലേക്കുള്ള ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇൻ കേസ് ഒരു മെറ്റൽ കഷ്ണം എങ്ങനെ വന്ന് കണ്ണിലോട്ട് തെറിക്കുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതിന് മൂലം. ഇനി എക്സ്റേ മൂലം ഡോക്ടേഴ്സിന് കാറ്ററാക്ട് വരാം. എക്സ്റേ മൂലം ഡോക്ടേഴ്സ് അല്ലെങ്കിൽ UV റേ, അൾട്രാവയലറ്റ് റേ, സൂര്യരശ്മികളൊക്കെ അൾട്രാവയലറ്റ് റേ ആണ്. ഹീറ്റ് വേവ്സ് മൂലം കാറ്ററാക്ട് വരാം. കാറ്ററാക്ട് വന്നാൽ പിന്നെ സർജറി അതാണ് ഒരു പ്രതിവിധി. ആ ഇഞ്ചുറീസും വരാം. അങ്ങനെ ആ കേസിലൊക്കെ അത് ഒക്കുപേഷൻ റിലേറ്റഡ് ഫാക്ടർ ആണ്, റിസ്ക് ഫാക്ടർ ആണ്. അതുകൊണ്ട് പ്രിവെന്റീവ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ബ്ലൈൻഡ്നെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സോഷ്യൽ ക്ലാസ് ഇൻസിഡൻസ് ഓഫ് ബ്ലൈൻഡ്നെസ്സും ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം മാൽന്യൂട്രിഷൻ ഉണ്ടാകുന്നത് പൂർലി ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാർക്കാണ്. സാമ്പത്തികമായിട്ട് മെച്ചമുള്ള കമ്മ്യൂണിറ്റീസിന് മാൽന്യൂട്രിഷൻ ഒരു വിഷയമല്ല, അവിടെ ഉണ്ടാവാറില്ല. മാൽന്യൂട്രിഷൻ ഉണ്ടാകുന്നത് പുവർ ക്ലാസ്സസിനാണ്, ലോ ക്ലാസ്സസിനാണ് ഉണ്ടാവാറുള്ളത്. അത് ബ്ലൈൻഡ്നെസ്സുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്. പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്, പോവർട്ടി, ഇഗ്നോറൻസ്, ലോ സ്റ്റാൻഡേർഡ് ഓഫ് പേഴ്സണൽ ഹൈജീൻ നമ്മള് കണ്ണ് നമ്മൾ കൃഷ്ണമണി കൂട്ട് സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ് കണ്ണ്. അത് ഹൈജീൻ കണ്ണ് നമ്മൾ കഴുകുന്നതൊക്കെ നല്ലതാണ്. കഴിവാതിരുന്ന ഡിസീസുകൾ ഉണ്ടാവും, ട്രക്കോമയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, അതുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോഷ്യൽ ഫാക്ടേഴ്സ്, പോവർട്ടി, ഇഗ്നോറൻസ്, അത് വെച്ചാൽ ഈ അറിവില്ലായ്മ, കണ്ണ് നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള അറിവില്ലായ്മ, അതുമൂലം ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഹെൽത്ത് കെയർ സർവീസ് ഇന്നഡിക്കേറ്റ് ആവും. ബ്ലൈൻഡ്നെസ് ഉള്ള കേസിൽ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് റിലേറ്റഡ് ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. പേഴ്സണൽ ഹൈജീനും ബ്ലൈൻഡ്നെസ്സുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. ലോ സ്റ്റാൻഡേർഡ് ആയ അങ്ങനെ ബ്ലൈൻഡ്നെസ് വരാം. പോവർട്ടി, ഇഗ്നോറൻസ്, അറിവില്ലായ്മ മൂലം ബ്ലൈൻഡ്നെസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കണ്ണൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു അവയവം തന്നെയാണ്, സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു അവയവം തന്നെയാണ്. പിന്നെ ഇൻഡഡിക്കേറ്റ് ഹെൽത്ത് കെയർ സർവീസ് പ്രോപ്പർ ആവാത്ത മൂലം അങ്ങനെ ബ്ലൈൻഡ്നെസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പ്രോപ്പറായിട്ട് ഹെൽത്ത് കെയർ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ PHC CHC ലെവലിലൊക്കെ ഇതിനെതിരെയുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലൈൻഡ്നെസ് പ്രിവെന്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതൊരു മേജർ സോഷ്യൽ ഫാക്ടർ തന്നെയാണ്. ഹെൽത്ത് കെയർ സർവീസ് എത്രത്തോളം മെച്ചമാകുന്നോ അത്രത്തോളം നമുക്ക് ഡിസീസുകളെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി ബ്ലൈൻഡ്നെസ് നമ്മൾ എങ്ങനെയാ പ്രിവെന്റ് ചെയ്യുന്നത് ആണ് ഇനി നോക്കാൻ പോകുന്നത്. The concept of avoidable blindness, preventable and curable blindness has gained increased recognition during recent years. കുറെ വർഷങ്ങളായി ബ്ലൈൻഡ്നെസ്സിനെ പ്രിവെന്റ് ചെയ്യാനുള്ള അഡോപ്ഷൻ എന്ന് വെച്ചാൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ ഭേദമാക്കാൻ പറ്റുന്ന ബ്ലൈൻഡ്നെസ്
അത് അതിനുള്ള റെക്കഗ്നേഷൻ കൂടി കൂടി വരുവാണ്. മെയിനായിട്ട് കാറ്ററാക്ട് റിലേറ്റഡ് സർജറി. കാറ്ററാക്ട് സർജറി ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനെ ബ്ലൈൻഡ്നെസ്സിനെ പ്രിവെന്റ് ചെയ്യാം, സർജറി ചെയ്ത് പ്രിവെന്റ് ചെയ്യാം. അത് റെക്കഗ്നേഷൻ, റീസെന്റ് ഇയേഴ്സിൽ ഉണ്ടാകുന്ന റെക്കഗ്നേഷൻ ആണ്. പിന്നെ നമുക്ക് കണ്ണട ഉപയോഗിച്ച് നമുക്ക് ആ പേഷ്യൻസിന്റെ ബ്ലൈൻഡ്നെസ് പ്രിവെന്റ് ചെയ്യാൻ മൂലം കൂടി കണ്ണ് കാണാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ഇനി ബ്ലൈൻഡ്നെസ് പ്രിവെന്റ് ചെയ്യാനുള്ള എന്തൊക്കെ ആക്ഷൻസ് ആണ്, എന്തൊക്കെ കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്, എങ്ങനെ ബ്ലൈൻഡ്നെസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാം, അതിനുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഇനീഷ്യൽ അസസ്മെന്റ്. ഒരു കൺട്രിയിൽ ഇപ്പൊ ഇന്ത്യ പോലൊരു രാജ്യത്ത് ബ്ലൈൻഡ്നെസ് എത്ര മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, എത്രത്തോളം ആൾക്കാരെ ബാധിച്ചിരിക്കുന്നു, പിന്നെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. ഞാനിപ്പോ ഫസ്റ്റ് പറഞ്ഞിരുന്നു റിഫ്രാക്റ്റീവ് ആണ് മേജർ ആയിട്ട് കോസ് ചെയ്യുന്ന ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വിഷ്വൽ ഇമ്പയർമെന്റിന് വേഗമായിട്ട് കോസ് ചെയ്യുന്നത്. പക്ഷെ ബ്ലൈൻഡ്നെസ്സിന് അവിടെ കാറ്ററാക്ട് തന്നെയാണ് വേൾഡിൽ. പക്ഷെ ഇന്ത്യയിലാണെങ്കിൽ ബ്ലൈൻഡ്നെസ്സിന് വിഷ്വൽ ഇമ്പയർമെന്റിന് മെയിൻ കോസ് ചെയ്യുന്ന സംഭവം കാറ്ററാക്ട് തന്നെയാണ്. അതുകൊണ്ട് ആ കോസിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ഇനീഷ്യൽ അസസ്മെന്റ് ചെയ്താലേ ആ കോസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സർവേ ഒക്കെ എടുക്കേണ്ടി വരും. എത്ര പേർക്ക് ബ്ലൈൻഡ്നെസ് ഉണ്ട്, എത്ര പേർക്ക് ബ്ലൈൻഡ്നെസ് ഇല്ല, പിന്നെ കാറ്ററാക്ട് ഒക്കെ എത്ര പേർക്ക് ഉണ്ട് ഇല്ല എന്നൊക്കെ നമുക്ക് അസസ് ചെയ്താലേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ, അതിന്റെ പ്രിവെന്റീവ് മെത്തേഡ്സ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഇനീഷ്യൽ അസസ്മെന്റ് ആണ് നമ്മളുള്ളത്. സർവേ വഴി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇനി എന്തൊക്കെ മെത്തേഡാണ് ബ്ലൈൻഡ്നെസ് പ്രിവെന്റ് ചെയ്യാനുള്ള, എന്തൊക്കെ മെത്തേഡ് ഓഫ് ഇന്റർവെൻഷൻ, എന്തൊക്കെ നമ്മൾ സ്ട്രാറ്റജി നമുക്ക് ചെയ്യാം, ബ്ലൈൻഡ്നെസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. ഫസ്റ്റ് പ്രൈമറി ഐക്യമാണ് അതിൽ വരുന്നത്. എ വൈഡ് റേഞ്ച് ഓഫ് ഹെൽത്ത് പ്രോബ്ലം, ഹെൽത്ത് കണ്ടീഷൻ, അക്യൂട്ട് കൺജക്റ്റിവൈറ്റിസ്, കൺജക്റ്റീവ് ഇൻഫ്ലമേഷൻ വരുമ്പോൾ കൺജക്റ്റിവൈറ്റിസ് ഉണ്ടാവും. ഒപ്താൽമിയ, നിയോനേട്രം എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർ ഉണ്ടാവുന്നതാണ് ഒപ്താൽമിയ. അങ്ങനെ ഒപ്താൽമിയ നിയോനേട്രം എന്ന കണ്ടീഷൻ ഉണ്ടാവും. മീസിൽസ് ഒക്കെ ഉള്ളവർക്കാണ് ഒപ്താൽമിയ നിയോനേട്രം ഒക്കെ വരാൻ ചാൻസ് കൂടുതൽ. ട്രക്കോമ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ഫോറിൻ ബോഡീസ് കണ്ണി കയറുമ്പോൾ അങ്ങനെ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അതൊക്കെ നമ്മൾ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്ക് ജയിച്ച് നമ്മളത് ട്രീറ്റ് ചെയ്യണം. ഇത് കമ്മ്യൂണിറ്റി അത് ട്രീറ്റ് ചെയ്യാൻ പ്രിവെൻഷൻ മെഷേഴ്സ് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതിന്റെ വില്ലേജ് ഹെൽത്ത് ഗൈഡ്. അപ്പൊ ആശാവർക്കന്മാരൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ടോപ്പിക്കൽ ടെട്രാസൈക്ലിൻ, വിറ്റാമിൻ എ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ വിറ്റാമിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട്, ബ്ലൈൻഡ്നെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കെരാറ്റോമലേഷ്യ തടയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം. വിറ്റാമിൻ എ ഡെഫിഷ്യൻസി മൂലം കെരാറ്റോമലേഷ്യ വരുന്നു, സെറോത്താനിയ വരുന്നു ഒക്കെ തടയാൻ വേണ്ടിയിട്ടാണ് വിറ്റാമിൻ എ ക്യാപ്സ്യൂൾ കൊടുക്കുന്നത്. അതുമൂലം ആശാവർക്കന്മാരാണ് അത് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ടെട്രാസൈക്ലിൻ ഓയിൽമെന്റ് ഉപയോഗിക്കുന്നത് കൺജക്റ്റിവൈറ്റിസ്, ഒപ്താൽമിയ നിയോനേട്രം, ട്രക്കോമ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആന്റിബയോട്ടിക് ആണ് ടെട്രാസൈക്ലിൻ. അതാണ് കൊടുക്കുന്നത്. പിന്നെ ഐ ബാൻഡേജ്, ഷീൽഡ്, കൈ കംഫോർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഐ ബാൻഡേജ്, ഷീൽഡ്. ഐയിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ബാൻഡേജ് കെട്ടുമോ ഷീൽഡ് കെട്ടുമോ, ഐയിനി കോംപ്ലിക്കേഷൻ ഉണ്ടാകാനായിട്ട് പ്രിവെന്റ് ചെയ്യുന്ന ഒരു മാർഗം. അതാണ് ഐ ബാൻഡേജ്, ഷീൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നമ്മൾ കരുതി വെക്കുക. അപ്പൊ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ടോപ്പിക്കൽ ടെട്രാസൈക്ലിൻ ഓയിൽമെന്റ് നമ്മൾ എത്തിച്ചു കൊടുക്കുക, വിറ്റാമിൻ എ ക്യാപ്സ്യൂൾ എത്തിച്ചു കൊടുക്കുക. കണ്ണ് റിലേറ്റഡ് ഇഞ്ചുറി വരുമ്പോൾ ഐ ബാൻഡേജ്, ഷീൽഡൊക്കെ എത്തിച്ചു കൊടുക്കുക. ഒരു വില്ലേജിലൊക്കെ ആണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കാനായിട്ടുണ്ട്, ജയിച്ച് നമുക്കുണ്ട്. പിന്നെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി കേസ് ഉണ്ടെങ്കിൽ നിയറസ്റ്റ് PHC അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് അത് റെഫർ ചെയ്യണം. എന്തെങ്കിലും ഡിഫിക്കൽട്ടി കേസ് എന്ന് വെച്ചാൽ ഇഞ്ചുറി ഭയങ്കര ഇതാണ്, വിറ്റാമിൻ എ ക്യാപ്സ്യൂൾ, സെറോത്താൽമിയ, കെരാറ്റോമലേഷ്യക്ക് നീങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്, വിറ്റാമിൻ എ ക്യാപ്സ്യൂൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുണ്ട്. പിന്നെ ബാക്ടീരിയ ഇൻഫെക്ഷൻ നന്നായിട്ട് പടർന്നിരിക്കുന്നതൊക്കെ അവസ്ഥയാണെങ്കിൽ നിയറസ്റ്റ് PHC അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക. പിന്നെ ഡിഫിക്കൽട്ട് കണ്ടീഷൻ, അതിലെ ഡിഫിക്കൽട്ട് കണ്ടീഷൻസ് താഴെ പറയുന്നതാണ്. കോർണിയ അൾസർ അല്ലെങ്കിൽ പെനട്രേറ്റിംഗ് ഫോറിൻ ബോഡീസ് എന്ന് വെച്ചാൽ കണ്ണിലോ താഴത്ത് കുഴിഞ്ഞിരിക്കുന്ന ഫോറിൻ ബോഡീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എടുത്തു മാറ്റാനും ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുപോലത്തെ ഫോറിൻ ബോഡീസ് ഒക്കെ നമ്മൾ PHC ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയാണ് പതിവ്. പിന്നെ ഐ കണ്ടീഷൻ, പെയിൻഫുൾ ഐ കണ്ടീഷൻ, ട്രക്കോമൊക്കെ അതിന്റെ ഐ പെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, വിറ്റാമിൻ എ ക്യാപ്സ്യൂൾ കൊണ്ട് കുറഞ്ഞില്ല, കെരാറ്റോമലേഷ്യയിലേക്ക് പോകും, ആ കണ്ടീഷൻസ് ഒക്കെ ട്രീറ്റ്മെന്റ് നന്നായിട്ട് ആവശ്യമുണ്ട്. ആ കേസസ് ഒക്കെ PHC ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ 1 വിന്റേജ് ഹെൽത്ത് കഴിഞ്ഞ് 1000 പോപ്പുലേഷൻ, 2 മൾട്ടിപർപ്പസ് വർക്കറിന് 5000 പോപ്പുലേഷൻ. 5000 പോപ്പുലേഷൻ ആണ് സബ് സെന്റർ പോപ്പുലേഷൻ. അവിടെ 2 മൾട്ടിപർപ്പസ് വർക്കേഴ്സിന്റെ ആവശ്യമുണ്ട്. ഒരു JHA മാത്രം പോലെ 2 JHA മിനിമം വേണം. പിന്നെ ഒരു വില്ലേജ് ഹെൽത്ത് ഗൈഡ് അല്ലെങ്കിൽ ആശാ വർക്കറിന് 1000 പോപ്പുലേഷൻ മാത്രം. അത് 1000 പോപ്പുലേഷൻ ആണ് അവരുടെ വർക്ക് പരിധി എന്ന് പറയുന്നത്. അവര് ജോലി ചെയ്യേണ്ട പോപ്പുലേഷൻ 1000 പോപ്പുലേഷനിലാണ്. ആ 1000 പോപ്പുലേഷന്റെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ആശാവർക്കാണ്. JHA നമ്മൾ അവർ സൂപ്പർവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി കെയർ, പ്രൈമറി കെയർ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡറി ഐ കെയർ ആണ് ഇനി നോക്കുന്നത്. സെക്കൻഡറി കെയർ എന്ന് പറയുമ്പോൾ എയർലി ഡയഗ്നോസിസ്, സെക്കൻഡറി പ്രിവെൻഷൻ പോലെ തന്നെ എങ്ങനെ കാറ്ററാക്ട്, ട്രൈക്കിയാസിസ്, എട്രോപ്പിയൻ, ഓക്കുലർ ട്രോമ, ഗ്ലോക്കോമ, ഈ ബ്ലൈൻഡിങ് കണ്ടീഷൻസ് എങ്ങനെ നമുക്ക് എയർലി ഡയഗ്നോസ് ചെയ്യാം, അങ്ങനെ പ്രിവെന്റ് ചെയ്യാം. അത് സെക്കൻഡറി കെയർ മെയിനായിട്ട് വരുന്നത്. പ്രൈമറി കെയർ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്കിത്
ഡെലിവറി ചെയ്യാൻ പറ്റും. ടെട്രാസൈക്ലിൻ, വിറ്റാമിൻ എ ക്യാപ്സ്യൂളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ആശാ വർക്ക് അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്ക് നമ്മൾ മുഖാന്തരം വീട്ടിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ സെക്കൻഡ് കയറി വരുന്ന മെയിനായിട്ടും PHC ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഐ ഡിപ്പാർട്ട്മെന്റ്, ഐ ക്ലിനിക്കിന്റെ ഇടപെടൽ മൂലമാണ്. സെക്കൻഡറി കെയർ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഐ ക്ലിനിക്കിൽ പോയി തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. കാറ്ററാക്റ്റിലേക്ക് ഐക്യാം അപ്രോച്ച് സക്സസ്ഫുൾ ആണ്. ഐക്യാം അപ്രോച്ച് ഉണ്ട്, കണ്ണ് താനെ ക്ലിനിക്കുകളുണ്ട്, കണ്ണ് ക്ലിനിക്ക്, പിന്നെ കാറ്ററാക്റ്റ് റിമൂവ് ചെയ്യുന്ന ക്ലിനിക്സ് ഒക്കെ ഉണ്ട്, ഐക്യാം ക്യാമ്പ്സ് ഒക്കെ ഉണ്ട്. ചില കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ കാറ്ററാക്ട് റിലേറ്റഡ് ഐക്യാംസ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോയ കാറ്ററാക്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിപ്പം കമ്മ്യൂണിറ്റി അപ്രോച്ച് ആണ്. കമ്മ്യൂണിറ്റി എത്രത്തോളം കാറ്ററാക്ട് കേസസ് ഉണ്ടോ അത്രത്തോളം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐക്യാം അപ്രോച്ച് ആണ്. കാറ്ററാക്റ്റുള്ള കേസസിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കണ്ണ് പരിശോധിക്കുന്ന ക്യാമ്പ്സ് ഒക്കെ ഉണ്ട്. കണ്ണ് നമുക്ക് ബ്ലൈൻഡ്നെസ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടും അതനുസരിച്ച് ഗ്ലാസ് ഒക്കെ പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ് അപ്രോച്ച് ആകുമ്പോൾ കുറച്ച് കമ്മ്യൂണിറ്റി, ഒരു ലോങ് കമ്മ്യൂണിറ്റി നമുക്കൊരു പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും, ഒരു സ്ട്രാറ്റജി ആയിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മൊബൈൽ ഐ ക്ലിനിക്കിന്റെ യൂസ്, മൊബൈൽ ഐ ക്ലിനിക് ആകുമ്പോൾ ഒരു ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിലേക്ക് നമുക്ക് പോകാമല്ലോ പെട്ടെന്ന്. ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണല്ലോ, ആ പോസിബിലിറ്റി നമ്മൾ യൂസ് ചെയ്യണം. അത് മൊബൈൽ ഐ ക്ലിനിക് ആകുമ്പോൾ നമുക്ക് ഒരു ഡിസ്ട്രിക്റ്റ് തന്നെയുള്ള എല്ലാ ഏരിയയും നമുക്ക് കവറപ്പ് ചെയ്ത് ബ്ലൈൻഡ്നെസ് ഉള്ള കേസസിനെ കണ്ടുപിടിച്ച് അത് റെഫർ ചെയ്ത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. കാറ്ററാക്റ്റ് ആണ് മെയിൻ ബ്ലൈൻഡ്നെസ് കോസ് ചെയ്യുന്നത്. അത് കാറ്ററാക്റ്റ് പ്രിവെന്റ് ചെയ്ത് തന്നെ ഓവർ 62% ബ്ലൈൻഡ്നെസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കാറ്ററാക്റ്റ് കേസസിലെല്ലാം കണ്ടുപിടിച്ച് സർജറി നമുക്ക് പ്രോപ്പറായിട്ട് സർജറി ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് 62% കേസസ് റിമൂവ് ചെയ്യാൻ പറ്റും. അത് വെച്ചാൽ 62% കേസസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാറ്ററാക്റ്റ് ആണ് മെയിൻ ബ്ലൈൻഡ്നെസ്സിനുള്ള മെയിൻ കോസ് ആയിട്ട് വരുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, വൺ വേർഡ് ചോദിക്കും. ഇനി ടെർഷറി കെയർ എന്നുവെച്ചാൽ ഡിസേബിലിറ്റി ലിമിറ്റേഷൻ ആണ്. സെക്കൻഡറി കെയറിൽ നമ്മൾ നോക്കിയിരുന്നത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആയിരുന്നു. PHC ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ മുഖാന്തരമാണ് കൊടുക്കുന്നത്. പ്രൈമറി കെയർ നമ്മൾ അസേ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്ക് നമുക്ക് കൊടുക്കാം, വില്ലേജ് ഹെൽത്ത് ഗൈഡ് മുഖാന്തരം കൊടുക്കാം. പക്ഷെ ടെർഷറി കെയർ ആണെങ്കിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് സർജറി ഡിസേബിലിറ്റി എത്ര ലിമിറ്റേഷൻ ചെയ്യാം. റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് സർജറി, കണ്ണിന്റെ റെറ്റിന മാറ്റി വെച്ച് വേറൊരു ഫിറ്റ് ആയിട്ടുള്ള റെറ്റിന വെക്കുക, അതാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് സർജറി. അങ്ങനെ ബ്ലൈൻഡ്നെസ്, റെറ്റിനയുടെ ഡാമേജ് നമുക്ക് അങ്ങനെ പ്രിവെന്റ് ചെയ്യാം. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മൂലം റെറ്റിന അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഒക്കെ ഇങ്ങനെ പ്രിവെന്റ് ചെയ്യാം. ഡയബറ്റിക്സ് മൂലം ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്ന പേഷ്യൻസ് റെറ്റിന നമുക്ക് ഡിറ്റാച്ച്മെന്റ് സർജറി മൂലം നമുക്ക് ബ്ലൈൻഡ്നെസ് എന്ന കണ്ടീഷനിലേക്ക്, കണ്ണ് കാണുന്ന കണ്ടീഷനിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. പിന്നെ കോർണിയ ഗ്രാഫ്റ്റിംഗ് ആണ്. കോർണിയ റിലേറ്റഡ് വിറ്റാമിൻ എ ഡെഫിഷ്യൻസി, കോർണിയ ഡിസ്ട്രക്ഷൻ, കോർണിയ വാൾ ലെയർ ഡിസ്ട്രക്ഷൻ ആണ് മെയിൻ ആയിട്ടും ഈ കെരാറ്റോമലേഷ്യ വരുന്നത്. അതുകൊണ്ട് കോർണിയ ഗ്രാഫ്റ്റിംഗ് സർജറി വഴി അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്തെങ്കിലും കോംപ്ലക്സ് ഫോം ഓഫ് മാനേജ്മെന്റ്, ഇത് കൂടാതെ സെക്കൻഡറി സെന്റേഴ്സിൽ നിന്നും അവൈലബിൾ അല്ല. സർജറി ഒക്കെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെയാണ് മെയിനായിട്ടും, മെഡിക്കൽ കോളേജിലൊക്കെയാണ് മെയിനായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കണ്ണ് റിലേറ്റഡ് മേജർ ആയിട്ടുള്ള ആശുപത്രികളൊക്കെ ഉണ്ട്, അവിടെയാണ് മെയിനായിട്ട് ഈ ടെർഷറി കെയർ അവൈലബിൾ ആയിട്ടുള്ളത്. അതാണ് ടെർഷറി കെയർ മെയിൻ ആയിട്ട് നോക്കുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഐ ബാങ്ക്സ് കോർണിയ ഗ്രാഫ്റ്റിംഗ് ആയിട്ട് മെജോറിറ്റി ഇന്ത്യ ഉൾപ്പെടെ കോർണിയ ഗ്രാഫ്റ്റിംഗ് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. ഐ ബാങ്ക്സ് കോർണിയ ഗ്രാഫ്റ്റിംഗ് സർജറി മൂലം അങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. കാരണം കെരാറ്റോമലേഷ്യ എന്ന കണ്ടീഷൻ നമുക്ക് പൂർണ്ണമായിട്ടും പ്രിവെന്റ് ചെയ്യാം. വേറൊരു കോർണിയ വെക്കുന്നതിന് തുല്യമാണത്. പിന്നെ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് സർജറി ബ്ലൈൻഡ്നെസ്, ഡയബറ്റീസ് റിലേറ്റഡ് ബ്ലൈൻഡ്നെസ്സിന് നമുക്ക് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് സർജറി വഴി പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ടെർഷറി കെയർ ആണ്, അത് റെറ്റിന അടിച്ചു പോകുന്നത് എന്ന് വെച്ചാൽ ബ്ലൈൻഡ്നെസ് റിലേറ്റഡ് കണ്ടീഷൻ വരുമ്പോഴാണ് ടെർഷറി കെയർ ഓക്കെ ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് സെക്കൻഡറി കെയർ മൂലം തന്നെ ബ്ലൈൻഡ്നെസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനു വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്ലൈൻഡ്നെസ് റിലേറ്റഡ് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോർണിയ ഗ്രാഫ്റ്റിംഗ്, റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് സർജറി, എന്തെങ്കിലും കോംപ്ലക്സ് ഫോം എന്നുവെച്ചാൽ സെക്കൻഡറി സെന്റേഴ്സ് അവൈലബിൾ അല്ലാത്ത എന്തെങ്കിലും കോംപ്ലക്സ് സർജറി ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഡെറാഡൂൺ, ഉത്തർപ്രദേശിലുള്ള ഡെറാഡൂണിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്ലൈൻഡ്നെസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. അത് എഴുതി വെക്കുന്നത് നല്ലതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്ലൈൻഡ്നെസ് എവിടെ സിറ്റി ചെയ്യുന്നത് ചോദിക്കാം, ഡെറാഡൂൺ ഉത്തർപ്രദേശ്, അല്ലെങ്കിൽ ഡെറാഡൂൺ എന്ന് പറഞ്ഞ് കാണാം ഓപ്ഷൻ സി, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും, എന്നാൽ നമ്മൾ ഡെറാഡൂൺ എന്ന് എഴുതിയിരിക്കണം. ഇനി ഡയബറ്റിസ് അല്ല, ബ്ലൈൻഡ്നെസ് റിലേറ്റഡ് സ്പെസിഫിക് പ്രോഗ്രാംസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ട്രക്കോമ കൺട്രോൾ. ട്രക്കോമ ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ്, അത് പ്രിവെന്റ് ചെയ്യുന്ന ടെട്രാസൈക്ലിൻ മൂലമാണ്, ടോപ്പിക്കൽ ടെട്രാസൈക്ലിൻ മൂലമാണ്. പിന്നെ ഇംപ്രൂവിങ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ, അത് വെച്ചാൽ ലോ പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ആ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. പോവർട്ടി റിലേറ്റഡ് ലോ ക്ലാസ് ലെവൽസ് ഒക്കെ ഉള്ള പേഷ്യൻസിനാണ്, എന്ന് വെച്ചാൽ പോവർട്ടി ഒക്കെ ഉള്ള ദരിദ്ര കുടുംബങ്ങളിലാണ് മെയിൻ ആയിട്ട് ട്രക്കോമ ഉണ്ടാവാനുള്ള ചാൻസ്. ട്രക്കോമ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അസോസിയേറ്റ് ബാക്ടീരിയ ഇൻഫെക്ഷൻസ്, കൺജക്ടിവൈറ്റിസ് ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ്, ഇൻഫ്ലമേഷൻ ആണ്, അത് കണ്ണിനെ കോസ് ചെയ്യുന്നതാണ്. കൺജക്റ്റീവ ആണ് മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്നത്.
അത് അത് മറ്റേ ബാക്ടീരിയ റിലീസ് ചെയ്യും. പിന്നെ അങ്ങനെ കൺജക്റ്റീവൈസ് പടരാനുള്ള ചാൻസ് ഉണ്ട്, ചെങ്ങണ്ണൊക്കെ പടരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് അങ്ങനെ അസോസിയേറ്റഡ് ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഈ ടെട്രാസൈക്ലിംഗ് എന്ന ഒറ്റ ആന്റിബയോട്ടിക് കൊണ്ട് അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ട്രക്കോമ കൺട്രോൾ പ്രോഗ്രാം ഇന്ത്യ ലോഞ്ച് ചെയ്തത് 1963 ആണ്. പക്ഷേ നാഷണൽ പ്രോഗ്രാം കൺട്രോൾ ബ്ലൈൻഡ്നെസ്സിലേക്ക് അത് മെർജ് ചെയ്തു. 1976 അത് മെർജ് ചെയ്തു. ട്രക്കോമ കൺട്രോൾ പ്രോഗ്രാം 1963 ആണ് ഇന്ത്യ ലോഞ്ച് ചെയ്തത്. നാഷണൽ പ്രോഗ്രാം കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് റിലേറ്റഡ് പ്രോഗ്രാം ആണല്ലോ ട്രക്കോമ. ബ്ലൈൻഡ്നെസ് റിലേറ്റഡ് ഡിസീസ് ആണല്ലോ ട്രക്കോമ മൂലമാണല്ലോ ബ്ലൈൻഡ്നെസ് വരുന്നത്. അതുകൊണ്ട് അത് മെർജ് ചെയ്തു. ആ പ്രോഗ്രാം നാഷണൽ പ്രോഗ്രാം ഓഫ് കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ്സിലേക്ക് മെർജ് ചെയ്തു. അത് 1976 മെർജ് നടന്നത്. ആ ഫസ്റ്റ് രണ്ട് ലോഞ്ച് ചെയ്ത് നോക്കി വെക്കുക. ഫസ്റ്റ് ട്രക്കോമ കൺട്രോൾ പ്രോഗ്രാം 1963 നെക്സ്റ്റ് നാഷണൽ പ്രോഗ്രാം കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് 1976. ഇനി സ്കൂൾ ഹൈ ഹെൽത്ത് സർവീസസ് എല്ലാ സ്കൂളിലും പോയി അസേ മൾട്ടിപർപ്പസ് സ്ഥലത്ത് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുക. ഐ റിലേറ്റഡ് പ്രോബ്ലംസിനെ പറ്റി ഹെൽത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതൊരു യൂസ്ഫുൾ അപ്രോച്ച് ആണ്. അസേ ജയിച്ച് നമ്മൾ സ്കൂളിൽ പോയിട്ട് നമ്മൾ ബ്ലൈൻഡ്നെസ് റിലേറ്റഡ് ക്ലാസ്, ബ്ലൈൻഡ്നെസ് ഇപ്പൊ കണ്ണ് വേൾഡ് സൈറ്റ് ഡേ പോയി നമ്മൾ ഈ ബ്ലൈൻഡ്നെസ് റിലേറ്റഡ് ക്ലാസ് എടുത്താൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഹെൽത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുക, കണ്ണിൽ വരുന്ന പ്രോബ്ലംസ് പറയുക, പിന്നെ കണ്ണ് അനാവശ്യമായിട്ട് കൈകാര്യം ചെയ്യാതിരിക്കുക, അതിന് റിലേറ്റഡ് പ്രോബ്ലംസ് പറയുക, പിന്നെ കാറ്ററാക്ട് റിമൂവ് ചെയ്യാൻ പറ്റും, സർജറി പറ്റും, അങ്ങനെയുള്ള കേസസ് ഒക്കെ പറയുക. കണ്ണ് റിലേറ്റഡ് എന്തൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ നമ്മൾ കൊടുക്കുക. ഇനി ഒക്കുപ്പേഷണൽ ഹൈ ഹെൽത്ത് സർവീസ്, ഒക്കുപ്പേഷനിൽ വരുന്ന അതെന്ന് വെച്ചാൽ ഒക്കുപ്പേഷൻ റിലേറ്റഡ് വെയർ ഹൗസിൽ വർക്ക്ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ ഒക്കുപ്പേഷണൽ ഹൈ ഹെൽത്ത് സർവീസസ് നല്ലതാണ്. ഒക്കുപ്പേഷൻ റിലേറ്റഡ് ഹൈ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവുന്നതിന് പ്രിവെന്റ് ചെയ്യും. അത് നമ്മുടെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടായാൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കുപ്പേഷൻ ഹൈ ഹെൽത്ത് സർവീസ് നല്ലതാണ്. അവിടെ ഒരു ഐ ഹോസ്പിറ്റൽ, അടുത്തൊരു ഐ ഹോസ്പിറ്റൽ വരുന്നത് എത്രത്തോളം ബെറ്റർ ആണ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ. കൂടുതൽ ഇഞ്ചുറി ഒക്കെ ഉണ്ടാവുന്ന ഇൻഡസ്ട്രിയൽ ഏരിയ തന്നെയാണ്. ഇനി വിറ്റാമിൻ എ പ്രൊഫൈലാക്സിസ്, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ മൂലം കെരാറ്റോമലേഷ്യ ഉണ്ടായി അങ്ങനെ ബ്ലൈൻഡ്നെസ് വരുന്നുണ്ട്. വിറ്റാമിൻ എ ഡിസ്ട്രിബ്യൂഷൻ സ്കീം ഇൻ ഇന്ത്യ 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് വിറ്റാമിൻ എ 6 month ഇന്റർവെൽസിൽ 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് 6 മാസം ഇടവേളയിൽ കൊടുക്കുന്നുണ്ട്. 1 to 6 years, 1 വയസ്സായ ചൈൽഡ് തൊട്ട് 6 വയസ്സാവുന്നവരെ, അവർക്ക് 6 വയസ്സാവുന്നവരെ 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് 6 മാസം ഇടവേളകളിൽ കൊടുക്കും. ഫസ്റ്റ് 1ാമത്തെ വയസ്സിൽ കൊടുക്കും, പിന്നെ ഒരു വയസ്സ് 6 മാസം ഉള്ളപ്പോൾ കൊടുക്കും, പിന്നെ 2 വയസ്സുള്ളപ്പോൾ കൊടുക്കും, പിന്നെ 2 വയസ്സ് 6 മാസം ഉള്ളപ്പോൾ കൊടുക്കും. അങ്ങനെ 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് ഓരോ വെട്ടോ ഓർലി നമ്മൾ കൊടുക്കുക. 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് 2 ml ആണ്. പിന്നെ സെറോത്താനിമയെ കൺട്രോൾ ചെയ്യണമെങ്കിൽ വിറ്റമിനെ ബ്ലൈൻഡ്നെസ് ആയിട്ട് വൈറ്റമിനെ റിലേറ്റഡ് ബ്ലൈൻഡ്നെസ് വരുന്ന കണ്ടീഷനാണ് സെറോത്താനിമ എന്ന് പറയുന്നത്. സെറോത്താനിമ വരുമ്പോൾ ഫോൾ ഫാമിലി, എല്ലാ ഫാമിലിയുള്ള എല്ലാ മെമ്പേഴ്സും 1 വർഷം വരെ സർവൈലൻസ് ചെയ്യണം. അവർക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ചിൽഡ്രനെ 5 years, ചിൽഡ്രനാണ് 5 years പ്രത്യേകം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. കാരണം 6 years കഴിഞ്ഞുള്ള പിള്ളേർക്ക് മെയിൻ ആയിട്ട് ഇത് വരത്തില്ല. പ്രത്യേകിച്ച് മാൽന്യൂട്രീഷൻ മൂലം വിറ്റാമിൻ എ പ്രൊഫൈലാക്സിസ് നമുക്ക് സെറോത്താനിമ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നത് റിലേറ്റഡ് നമ്മൾ നോക്കുമ്പോൾ ചിൽഡ്രൻ 1 to 6 years ഉള്ള ചിൽഡ്രനിലാണ് മെയിൻ ആയിട്ട് സെറോത്താനിമ വരാനുള്ള ചാൻസ്. അതുകൊണ്ട് ചിൽഡ്രനെ മിനിമം 5 years തന്നെ സർവൈലൻസ് വെക്കുന്നത് നല്ലതാണ്. എന്നാൽ സെറോത്താനിമ നൈറ്റ് ബ്ലൈൻഡ്നെസ് കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് കറക്റ്റ് സർവൈൽ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഫാമിലിയെ 1 വർഷത്തോളം സർവൈലൻസ് ചെയ്താൽ മതി. ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ 1 വർഷം സർവൈലൻസ് ചെയ്താൽ മതി. ആർക്കെങ്കിലും നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. സർവൈലൻസ് പീരീഡ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ലോങ് ടേം മെഷർ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുമ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ തന്നെയാണ്. എല്ലാ സ്കൂളിലും പറ്റുന്ന ആൾക്കാർക്ക് ഈ ഐ റിലേറ്റഡ് പ്രോബ്ലംസ് വരുന്നതും വരാത്തതായിട്ട് പറ്റുന്ന എല്ലാ ആൾക്കാർക്കും നമുക്ക് ഈ ഹെൽത്ത് എഡ്യൂക്കേറ്റ് ചെയ്യും. ഐ റിലേറ്റഡ് പ്രോബ്ലംസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അസ് എ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മൾ എല്ലായിടത്തും പോയി ഐ റിലേറ്റഡ് പ്രോബ്ലംസ് പറയാതിരിക്കുന്നതിന് ഭേദം ഐ റിലേറ്റഡ് പ്രോബ്ലംസ് ആയിട്ട് വരുന്ന ആൾക്കാർ ഉണ്ടല്ലോ, ഇപ്പൊ ബാക്ടീരിയ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്ത് കിട്ടുക. കമ്മ്യൂണിറ്റി ബേസ്ഡ് അല്ല, ജനറൽ ആയിട്ട് നമുക്ക് ഐ റിലേറ്റഡ് പ്രോഗ്രാംസ് വരുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ചും കൂടെ പറ്റിയിരിക്കും. പിന്നെ ഇവാലുവേഷൻ, ഏത് പ്രോഗ്രാമിലും മെയിൻ ആയിട്ടും വരുന്ന ഇവാലുവേഷൻ ആണ്. മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ആണ്. മോണിറ്ററിംഗ് മീൻസ് ഫോളോ അപ്പ്, ഇവാലുവേറ്റ് നമ്മൾ അത് വിലയിരുത്തുക. ഈ പ്രോഗ്രാം എത്രത്തോളം എഫക്റ്റീവ് ആയി, എത്രത്തോളം കമ്മ്യൂണിറ്റിക്ക് ഇപ്പൊ ഇനിഷ്യൽ അസസ്മെന്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്ക് എത്രത്തോളം ഈ പ്രോഗ്രാം എഫക്റ്റീവ് ആയി, എത്രത്തോളം പേരുടെ ബ്ലൈൻഡ്നെസ് പ്രിവെന്റ് ആയി. അതാണ് നമ്മൾ ഇവാലുവേഷൻ കേസിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. എത്രത്തോളം പേരുടെ ബ്ലൈൻഡ്നെസ് പ്രിവെന്റ് ആയി എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരണോ, കറക്ഷൻസ് വരണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ആ പ്രോഗ്രാമിൽ മോഡിഫിക്കേഷൻസും കറക്ഷൻസും കൊണ്ടുവന്ന് അതിനനുസരിച്ച് മാറ്റം കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ആ പ്രോഗ്രാമിൽ. ഇപ്പൊ കാറ്ററാക്ട് ഏറ്റവും കൂടുതൽ കേസസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അതനുസരിച്ച് പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ കാറ്ററാക്ട് റിലേറ്റഡ് ഐക്യാംസ് ഒക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം അതനുസരിച്ച്. ഇനി ബ്ലൈൻഡ്നെസ് റിലേറ്റഡ് നാഷണൽ ഇന്റർനാഷണൽ ഏജൻസീസ് ആണ് മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്.
ഫസ്റ്റ് നാഷണൽ അസോസിയേഷൻ ഫോർ ബ്ലൈൻഡ്. നാഷണൽ അസോസിയേഷൻ ഫോർ ബ്ലൈൻഡ് അത് ബ്ലൈൻഡ്നെസ്, ഇന്ത്യയിൽ ബ്ലൈൻഡ്നെസ് ഉള്ള കേസസിൽ വെൽഫെയർ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വേൾഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. നിലവിൽ വന്ന ഡേറ്റ് 1952. നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് NAB അത് ഇന്ത്യ വന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, വേൾഡ് ഏജൻസി ആണ്, ബ്ലൈൻഡ്നെസ് റിലേറ്റഡ് ആണ്. 1952 വന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ഇന്റർനാഷണൽ ഏജൻസീസ് ആണ്. ബ്ലൈൻഡ്നെസ് റിലേറ്റഡ് ഏജൻസീസ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നാഷണൽ അസോസിയേഷൻ ഫോർ ബ്ലൈൻഡ് അത് ഇന്ത്യ വന്ന ഓർഗനൈസേഷൻ ആണ്. ബ്ലൈൻഡ്നെസ് ഇന്ത്യയിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വേൾഡ് ഓർഗനൈസേഷൻ ആണ്. ബ്ലൈൻഡ്നെസ് റിലേറ്റഡ് ഓർഗനൈസേഷൻ ആണ് നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ്. അത് വേൾഡ് ഓർഗനൈസേഷൻ ആണ്. അത് 1952 വന്നത്. അതാ നിങ്ങൾ ജസ്റ്റ് ആ ഇയറും ആ ഓർഗനൈസേഷന്റെ പേരും അത് ഓർത്ത് വെക്കുക. അത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഓർത്ത് വെക്കുക. ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ്. അത് വേൾഡ് ഓർഗനൈസേഷൻ ആണ്. അത് എക്സിസ്റ്റന്റ് വന്ന ഡേറ്റ് 1952 ആണ്. ഇയർ 1952 ആണ്. നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് എക്സിസ്റ്റന്റ് വന്ന ഇയർ 1952 ആണ്. സെക്കൻഡ് നമ്മൾ നോക്കാൻ പോകുന്നത് റോയൽ കോമൺവെൽത്ത് സൊസൈറ്റി ഫോർ ദ ബ്ലൈൻഡ്. അത് 1950 തൊട്ടേ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു ഏജൻസിയാണ്. റോയൽ കോമൺവെൽത്ത് സൊസൈറ്റി ഫോർ ബ്ലൈൻഡ് ഹാസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ഇൻ 1950 തൊട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. റോയൽ കോമൺവെൽത്ത് സൊസൈറ്റി ഫോർ ദ വേൾഡ് അത് വേൾഡിലാണ് കേട്ടോ. ബ്ലൈൻഡ് റോയൽ കോമൺവെൽത്ത് സൊസൈറ്റി ഓഫ് ബ്ലൈൻഡ് വർക്കിംഗ് ചെയ്യുന്നത് 1950 ആണ്. വേൾഡ് ബേസിസിലാണ്. മറ്റേ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ആണ്. 1952 ആണ്. റോയൽ കോമൺവെൽത്ത് സൊസൈറ്റി ഫോർ ദ ബ്ലൈൻഡ് ആണ് 1950 തൊട്ട് വർക്ക് ചെയ്യുന്ന അത് വേൾഡ് ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ ബേസിസിൽ വർക്ക് ചെയ്യുന്നത് നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ആണ്. 1952 ആണ് എക്സിസ്റ്റൻസിൽ വന്നത്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് 1974 എന്ത് മാറ്റം നടന്നതാണ്. 1974 WHO ഇൻവിറ്റേഷനോട് കൂടി WHO ക്ഷണിച്ചു. ഈ രണ്ട് ഓർഗനൈസേഷൻ ഒറ്റ ഓർഗനൈസേഷൻ ആയിട്ട് മാറി. ടുഗദർ ടു ബിൽഡ് എ ന്യൂ ഏജൻസി. ഒറ്റ ഓർഗനൈസേഷൻ ആയിട്ട് മാറി ബ്ലൈൻഡ്നെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ പേരാണ് ഇന്റർനാഷണൽ ഏജൻസി ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ്. WHO ക്ഷണം പ്രകാരം സ്വീകരിച്ച് ഇവർ ഈ രണ്ട് ഏജൻസീസും ഒറ്റ ഏജൻസീസ് ആയി മാറി. രണ്ടുപേരും സെപ്പറേറ്റ് WHO ക്ഷണിച്ചു. അങ്ങനെ 1974 പുതിയ ഏജൻസി രൂപം കൊണ്ടു. അതിന്റെ പേരാണ് ഇന്റർനാഷണൽ ഏജൻസി ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ്. ഇന്റർനാഷണൽ ഏജൻസി ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് അതിന്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ബ്ലൈൻഡ്നെസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. ആ ഏജൻസിയുടെ മെയിൻ ടാസ്ക്. ഇന്റർനാഷണൽ ഏജൻസി ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് WHO അണ്ടറിലുള്ള ഏജൻസിയാണ്. ആ ഏജൻസിയുടെ പ്രൈമറി ടാസ്ക് എന്ന് പറയുമ്പോൾ ബ്ലൈൻഡ്നെസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നാണ്. ബ്ലൈൻഡ്നെസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ചോദിച്ചിട്ടുണ്ട് വിഷൻ 2020 റൈറ്റ് സൈറ്റ്. അത് ചോദിച്ചിട്ടുണ്ട്. അതൊന്നുമില്ല. വിഷൻ 20 എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യേറ്റീവ് ആണ്, ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ആണ്. WHO ലോഞ്ച് ചെയ്തതാണ്. പക്ഷെ ലോഞ്ച് ചെയ്ത ഡേറ്റ് നമ്മൾ ഓർത്ത് വെക്കണം. 1999 ആണ് ലോഞ്ച് ചെയ്യുന്നത്. 1999 ഫെബ്രുവരി 18 ലോഞ്ച് ചെയ്തത് വിഷൻ 2020 റൈറ്റ് സൈറ്റ് എന്ന ഇനിഷ്യേറ്റീവ്. ആ ഇനിഷ്യേറ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്, ആ ഇനിഷ്യേറ്റീവ് ഉദ്ദേശിക്കുന്നത് ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ് ആണ്. നമ്മൾ കണ്ണ് കാണുക എന്നൊരു ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ് ആണ്. അങ്ങനെ എങ്ങനെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ്, എങ്ങനെ നമുക്ക് ബ്ലൈൻഡ്നെസ്സിനെ അങ്ങനെ പ്രിവെന്റ് ചെയ്യാം. കണ്ണ് കാണുക, റെക്കഗ്നിഷൻ ഓഫ് സൈറ്റ് എ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ് ബൈ ആൾ കൺട്രീസ് ക്യാൻ ബി എ ഇമ്പോർട്ടന്റ് കാറ്റലിസ്റ്റ് ഓഫ് ഇനിഷ്യേറ്റീവ്സ് ഓഫ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ബ്ലൈൻഡ്നെസ്. ബ്ലൈൻഡ്നെസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അതാണ് അതിന്റെ റെക്കഗ്നിഷൻ ഓഫ് സൈറ്റ്. മെയിൻ ഇമ്പോർട്ടന്റ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അതിൽ വരുന്നത്, റെക്കഗ്നിഷൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി വിഷൻ 2020 മെയിൻ ഒബ്ജക്റ്റീവ് ആണ് എങ്ങനെ അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ് എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ബ്ലൈൻഡ്നെസ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ബ്ലൈൻഡ്നെസ് നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ച്, എന്തൊക്കെ കൺട്രീസുമായിട്ട് നമുക്ക് അലയൻസ് ഉണ്ടാക്കി എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇന്ത്യയായിട്ട് അലയൻസ് ഉണ്ടാക്കാം. ആ പ്രോഗ്രാമിന്റെ ഇനിഷ്യേറ്റീവായിട്ട് ഭാഗമായിട്ട് WHO ഒരു വേൾഡ് റിലേറ്റഡ് ഏജൻസി അല്ലയോ. അത് നമുക്ക് അലയൻസ് ഉണ്ടാക്കും. ഓരോ രാജ്യങ്ങളുമായിട്ട്, ഓരോ മെമ്പർ സ്റ്റേറ്റ്സുമായിട്ട് അലയൻസ് ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് എങ്ങനെ ആ രാജ്യങ്ങളിൽ നമുക്ക് ഈ ബ്ലൈൻഡ്നെസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെ പ്രിവെന്റ് എലിമിനേറ്റ് അവോയ്ഡ് ബ്ലൈൻഡ്നെസ് ഫ്രം മേജർ കോസ്. ഈ വിഷൻ 2020 മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാവുന്ന ബ്ലൈൻഡ്നെസ്, അവോയ്ഡ് ചെയ്യാവുന്ന ബ്ലൈൻഡ്നെസ്, എന്തൊക്കെ മേജർ കോസിൽ നിന്ന് അവോയ്ഡ് ചെയ്യാം. ഒന്ന് കാറ്ററാക്ട് നമുക്ക് സർജറി കൂടെ അവോയ്ഡ് ചെയ്യാം. സെറോപ്താൽമിയ വിറ്റാമിൻ എ ഡെഫിഷ്യൻസി ആണ്, അങ്ങനെ അവോയ്ഡ് ചെയ്യാം. അത് ക്ലോസോ ചൈൽഡ്ഹുഡ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, കൺജക്റ്റിവൈറ്റിസ് ഒക്കെ അങ്ങനെ നമുക്ക് ഓയിൽമെന്റ് മുഖാനം തന്നെ അവോയ്ഡ് ചെയ്യാം. അത് എത്ര പോപ്പുലേഷനിലേക്ക് എത്തുന്നു അതാണ് കാര്യം. എത്ര പോപ്പുലേഷനിലേക്ക് എത്തുന്നു അത്രത്തോളം നമുക്ക് പ്രോഗ്രാം എഫക്റ്റീവ് ആയി നമുക്ക് പറയാൻ പറ്റും. പിന്നെ റിഫ്രാക്റ്റീവ് എറർ, ഗോഗിൾസ് കണ്ണട മൂലം നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ലോ വിഷൻ, അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. റിഫ്രാക്റ്റീവ് കറക്ഷൻസ് നമുക്ക് ചെയ്യാം. അത് കണ്ണട മുഖാന്തരം നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ട്രക്കോമ എന്ന് പറയുന്ന മെയിൻ ബാക്ടീരിയൽ ഡിസീസ് ആണ് കണ്ണിനെ ബാധിക്കുന്നത്. പിന്നെ കോസ് ഓഫ് കോർണിയ ബ്ലൈൻഡ്നെസ്, കോർണിയയിൽ എന്തെങ്കിലും കോസ് ചെയ്യുന്ന ബ്ലൈൻഡ്നെസ് 2020 കൊണ്ട് ഇതൊക്കെ പൂർണ്ണമായിട്ടും പ്രിവെന്റ് ചെയ്യണം എന്ന ഒബ്ജക്റ്റീവിലാണ് വിഷൻ 2020 വന്നത്. വന്ന ഡേറ്റ് 18 ഫെബ്രുവരി 1999. പക്ഷെ ഇത് പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ ഇത് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാൻ എടുത്തിടാനുള്ള മെയിൻ കാരണം. വിഷൻ 2020 മെയിൻ വന്ന അതിന്റെ മോട്ടോ എന്ന് പറയുന്നത് റൈറ്റ് സൈറ്റ് ആണ്.
അത് WHO ലോഞ്ച് ചെയ്യുന്ന ഒരു ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ആണ്. അത് വന്ന ഡേറ്റ് 18 ഫെബ്രുവരി 1999 ആണ്. അതിന്റെ മെയിൻ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ് എന്നത് റെക്കഗ്നേഷൻ ഓഫ് സൈറ്റ്, കണ്ണ് കാണുക എന്ന ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ് ആണ്. എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അങ്ങനെ അതുമൂലം കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നസ് പ്രിവെന്റ് ചെയ്യാൻ, കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. പിന്നെ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവോയ്ഡബിൾ ബ്ലൈൻഡ്നസ്, എങ്ങനെ ബ്ലൈൻഡ്നസ് അവോയ്ഡ് ചെയ്യാം, മേജർ കോസസ് നിന്ന് എങ്ങനെ ബ്ലൈൻഡ്നസ് അവോയ്ഡ് ചെയ്യാം, അത് 2020 അവോയ്ഡ് ചെയ്തിരിക്കുക എന്ന ഇനിഷ്യേറ്റീവ് എന്ന മോട്ടോയിലൂടെയാണ് ഈ പ്രോഗ്രാം വന്നത്, എന്ന ഇനിഷ്യേറ്റീവിലാണ് ഈ പ്രോഗ്രാം വന്നത്. അതിന്റെ മെയിൻ മോട്ടോ വിഷൻ 2020 റൈറ്റ് ടു സൈറ്റ്, മോട്ടോ റൈറ്റ് സൈറ്റ് ആണ് വരുന്നത്. അതിന്റെ ലോഞ്ചിങ് ഡേറ്റ് WHO ആണ് ലോഞ്ച് ചെയ്തത് 18 ഫെബ്രുവരി 1999. ആ ഡേറ്റ് ഓർത്ത് വെക്കുക, ചിലപ്പോൾ ചോദിക്കും. 2020 ഒരു ബന്ധമില്ല 1999 എന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. അതാണ് ഡേറ്റ്, ആ ഡേറ്റ് ഓർത്ത് വെക്കുക, 18 ഫെബ്രുവരി 1999. നെക്സ്റ്റ് വേൾഡ് സൈറ്റ് ഡേ. വേൾഡ് സൈറ്റ് ഡേ ഇപ്രാവശ്യത്തെ തീമാണ് ലവ് യുവർ ഐസ്, ലവ് യുവർ ഐസ്. അതാണ് വേൾഡ് സൈറ്റ് ഡേയുടെ ഇപ്രാവശ്യത്തെ തീം. വേൾഡ് സൈറ്റ് ഡേ അങ്ങനെ ഇന്ന ദിവസം എന്ന് പറഞ്ഞില്ല, ഇത് ഓർത്തു വെക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന ദിവസം എന്ന് പറഞ്ഞില്ല. ഇപ്പൊ ശിശുദിനം ആണെങ്കിൽ, ഡയബറ്റിസ് ഡേ ആണെങ്കിൽ ശിശുദിനമായിട്ട് റിലേറ്റ് ചെയ്യാൻ, നവംബർ 14 റിലേറ്റ് ചെയ്യാൻ സുഖമായിട്ട് നമുക്ക് എഴുതാനും പറ്റും. പക്ഷെ സൈറ്റ് ഡേ വരുന്നത് സെക്കൻഡ് തേഴ്സ്ഡേ ഒക്ടോബർ, രണ്ടാമത്തെ വ്യാഴാഴ്ച, ഒക്ടോബറിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച. ഏത് ദിവസമാണോ, ഈ വർഷം ഒക്ടോബർ 9 ഒക്ടോബറിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് വേൾഡ് സൈറ്റ് ഡേ ആയിട്ട് വരുന്നത്. വേൾഡ് സൈറ്റ് ഡേയുടെ മെയിൻ തീം എന്ന് പറയുന്നത്, ഈ വർഷത്തെ മെയിൻ തീം എന്ന് പറയുന്നത് ലവ് യുവർ ഐസ് ആണ്. ചിലപ്പോൾ ചോദിക്കാം. വേൾഡ് സൈറ്റ് ഡേ ഇന്ന ദിവസമൊന്നുമില്ല, നവംബർ 14 കൂട്ട് ഡയബറ്റീസ് കൂട്ട് ഇന്ന ദിവസമൊന്നുമില്ല. സെക്കൻഡ് തേഴ്സ്ഡേ ഒക്ടോബർ, ഒക്ടോബറിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് വേൾഡ് സൈറ്റ് ഡേ മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്രാവശ്യത്തെ ടീം ലവ് യുവർ ഐസ് ആണ്. ഇത് രണ്ടും ഓർത്ത് വെക്കുന്നത് നല്ലതാണ്, ചോദിക്കും. താങ്ക് യു.